കേരള സ്റ്റേറ്റ് യൂത്ത് കമ്മീഷൻ, ശ്രീ എം ഷാജർ നയിക്കുന്ന കേരള സ്റ്റേറ്റ് യൂത്ത് കമ്മീഷൻ 2023-24 സ്റ്റഡി എന്റെ കയ്യിലിരിപ്പുണ്ട്. ഇന്റർനെറ്റിൽ ആർക്ക് നോക്കിയാലും അവൈലബിൾ ആണ്. പേജ് നമ്പർ 30. കേരള സംസ്ഥാന യുവജന കമ്മീഷൻ, LDFന്റെ CPMന്റെ ഗവൺമെന്റിന്റെ ഇടതുപക്ഷ അല്ലെങ്കിൽ കമ്മീഷൻ, അതിൽ മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള ഷാജർ നയിക്കുന്ന LDFന്റെ സഖാവായ CPMന്റെ മെമ്പർ അല്ലെങ്കിൽ അവരുടെ കമ്മീഷൻ സ്റ്റഡി പേജ് നമ്പർ 30 ചൂണ്ടിക്കാണിക്കുന്നു 80% ആത്മഹത്യകൾ നടക്കുന്നത് ഹിന്ദു സമൂഹത്തിലാണ്. കേരളത്തിലുള്ള ആത്മഹത്യകളിൽ 80% ഒരു കണക്കും, വേറെ സ്ഥലത്ത് 81%, അതായത് 80% ആത്മഹത്യകൾ ഹിന്ദു സമൂഹത്തിലാണ് നടക്കുന്നത്. 9.9 മുസ്ലിം സമൂഹത്തിലും 10.3 ക്രിസ്തീയ സമൂഹത്തിലുമാണ് നടക്കുന്നത്. ഓർക്കുക, ഈ കണക്കുകൾ ഞാൻ പറയുന്നതല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ ഈസിലി അവൈലബിൾ ആണ്. ഇതിന്റെ കാരണം അത് മതപരമോ മാഫിയാവൽക്കരണമോ RSSO അല്ല, ഹിന്ദു സമൂഹത്തിന് വേണ്ട രീതിയിൽ ഒരു ആത്മീയ പഠനത്തിന്റെ കുറവും മറ്റും ഉണ്ട്. അപ്പൊ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരുമ്പോഴും, BJPയിലേക്കോ കോൺഗ്രസിലേക്കോ CPMലേക്കോ വരുമ്പോ എന്താണ് പഠിപ്പിക്കുന്നത് ശ്രീ രാഹുൽ ഈശ്വർ? പലപ്പോഴും പൊളിറ്റിക്സ് ആണ്. നമ്മൾ എന്തിനാ അല്ലെന്ന് പറയേണ്ട കാര്യമുണ്ടോ? 100% പൊളിറ്റിക്സ് ആണ്. എന്നാൽ ഒരു സ്പിരിച്വൽ എഡ്യൂക്കേഷൻ, ശാസ്ത്രീയമായ ഭാഷയിൽ പറഞ്ഞാൽ എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് അഥവാ ആത്മീയ പഠനമോ അല്ലെങ്കിൽ ജീവിതോന്മുഖമായൊരു പഠനമോ ഹിന്ദു സമൂഹത്തിന് കിട്ടുന്നില്ല. ഒരു വരി കൂടെ പറയാം, കൃത്യമായ കണക്കുകൾ പറയാം. 18 വയസ്സാകുമ്പോൾ നമ്മുടെ ഒരു ക്രിസ്ത്യൻ സഹോദരന്റെ കുട്ടിക്ക്, മുസ്ലിം സഹോദരന്റെ കുട്ടിക്ക് 1000 മണിക്കൂറോളം ആത്മീയ വിദ്യാഭ്യാസം കിട്ടുന്നു. രാഹുലിന് എന്തോ കോള് വരുന്നുണ്ടെന്ന് തോന്നുന്നു, കേൾക്കുന്നില്ല. രാഹുൽ കേൾക്കാമെങ്കിൽ ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറയൂ. അതായത് 18 വയസ്സാകുമ്പോൾ നമ്മുടെ ഒരു ക്രിസ്ത്യൻ മുസ്ലിം സഹോദരന്റെ കുട്ടിക്ക് 1000 മണിക്കൂറോളം ആത്മീയ വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്. പകരം ഞങ്ങൾ ഹിന്ദുക്കൾക്ക് പരമാവധി കിട്ടുന്നത് 50-100 മണിക്കൂർ മാത്രമാണ്. ഇതുകൊണ്ട് സാമൂഹിക ആത്മീയ ബോധം ഉണ്ടാകുന്നില്ല. ഈ വ്യക്തിയുടെ തന്നെ, മരിച്ച ആനന്ദിന് എല്ലാ പ്രണാമവും അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ നോക്കൂ. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഐഡന്റിറ്റിയായി അദ്ദേഹം കാണുന്ന പാർട്ടി പ്രവർത്തനമാണ്. അങ്ങനെ ആവരുത്. പാർട്ടി പ്രവർത്തനത്തിനോ ബാക്കി എന്ത് പ്രവർത്തനത്തിനോ അപ്പുറമാണ് നമ്മുടെ ജീവിതം എന്ന ബോധ്യവും തിരിച്ചറിവും വേണം. എത്ര മുസ്ലിം സമൂഹത്തിലെ ആൾക്കാർ ഇതേപോലെ സീറ്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യും? അല്ലെങ്കിൽ എത്ര ക്രിസ്ത്യൻ സമൂഹത്തിലെ ആൾക്കാർ ആത്മഹത്യ ചെയ്യും? അപ്പോൾ പലപ്പോഴും ഹിന്ദു സമൂഹത്തിന് പറ്റുന്ന ഒരു ആത്മീയ പഠനത്തിന്റെ കുറവാണ്. വേണമെങ്കിൽ നമുക്ക് രാഷ്ട്രീയപരമായി അതിനെ ചേർത്ത് BJPക്കാരുടെ മാഫിയവൽക്കരണമാണെന്നൊക്കെ പറയാം. പക്ഷെ അങ്ങനെയല്ല. ഇതൊരു സ്പിരിച്വൽ ക്രൈസിസ് ആണ്. അതിന് ഞാൻ ഉപോത്ബലകമാക്കുന്നത് ഡോക്ടർ സിബി മാത്യൂസിന്റെ പഠനം, DC ബുക്സ്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടറേറ്റ് തീസീസ്, കേരള യുവജന കമ്മീഷന്റെ പഠനം. രണ്ടും ഹിന്ദുക്കളല്ല, ഒരാളൊരു മുസ്ലിമും ഒരാളൊരു ക്രിസ്ത്യാനിയാണ്. കേരള ഗവൺമെന്റിന്റെ LDF CPM ഗവൺമെന്റിന്റെ പഠനമാണ്. രാഹുൽ പറഞ്ഞു വരുന്നത് ഈ ആത്മീയതയുടെ കുറവ് കൊണ്ടുണ്ടാവുന്ന ആ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിലെ ആത്മഹത്യകളുടെ എണ്ണം അത് RSSലും BJPയിലും പ്രതിഫലിക്കുന്നു, അല്ലാണ്ട് അവിടുത്തെ പ്രശ്നമൊന്നും അല്ല. അതായത് അനന്തു അജി എന്ന് പറയുന്നയാൾ പറയുന്നു, എന്നെ ശാഖയിൽ പീഡിപ്പിച്ചു, അതുകൊണ്ടല്ല അയാൾ ആത്മഹത്യ ചെയ്തത്. അനന്തു അജിയുടെ ആത്മീയതയുടെ കുറവാണ്. ഈ പറയുന്ന ആനന്ദ് കെ തമ്പി പറയുന്നു, ഈ പാർട്ടി മാഫിയയുടെ കീഴിലാണ്, അതുകൊണ്ടല്ല അയാൾ ആത്മഹത്യ ചെയ്തത്. ഇന്ന് ആത്മഹത്യ ശ്രമം നടത്തിയ യുവതി പറയുന്നു, എന്നെ അപമാനിച്ചു RSSകാരും BJPക്കാരും, എന്നെ പറ്റി വ്യക്തിവൈരാഗ്യം കൊണ്ട് എന്നെ പറ്റി ഇല്ലാക്കഥ പറഞ്ഞു, അതുകൊണ്ടല്ല അവർ ഹോമോസെക്ഷൽ ആരോപണം ഉന്നയിച്ച കാര്യം ഞാൻ കാര്യമായി പഠിച്ചു. എനിക്ക് RSSന്റെ ഹിന്ദുത്വത്തോട് വിയോജിപ്പാണ്, അവരുടെ ഇസ്ലാമോഫോബിയോട് വിയോജിപ്പാണ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു സംഭവം എടുത്തു വെച്ച് അവരെ മുഴുവൻ കരിവാരത്തേക്കുന്നത് ഇത് ഇരകൾ തന്നെ പറഞ്ഞതാണ് രാഹുൽ ഈശ്വർ. ആനന്ദു കെ അജി പറയുന്നു, ഞാൻ ശാഖയിൽ ചെറുപ്പകാലം മുതലേ പീഡനമേൽക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ ആ ടെസ്റ്റിമണി നമ്മൾ നിരസിക്കണമോ? ഉത്തർപ്രദേശ് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ തിരുമല അനിൽ കത്തെഴുതി വെച്ചത് നമ്മൾ ഇല്ല എന്ന് പറയണമോ? അങ്ങനൊന്നും പറയരുത്. ഞാൻ RSS ശാഖയിൽ പോയിട്ടില്ല. എനിക്ക് RSSകാരെ ബഹുമാനമാണ്, അവരുടെ മുസ്ലിം വിരോധത്തോട് വിയോജിപ്പാണ്. പക്ഷേ എന്ന് പറഞ്ഞ് എല്ലാ ശാഖയിലും അങ്ങനെ നടക്കുന്നു എന്നുള്ള പ്രതീതിയൊന്നും നമ്മൾ ജനിപ്പിക്കരുത്. അങ്ങനെയല്ല. സീരിയസ് ആയിട്ട് നമുക്കൊരു ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂ ഹിന്ദു പാർട്ടി അല്ലെങ്കിൽ ഹിന്ദുക്കൾ കൂടുതലുള്ള പാർട്ടികളായ കോൺഗ്രസിലും CPMലും BJPയിലും ഒക്കെ റിഫ്ലക്ട് ചെയ്യും. ഞാൻ അതുകൊണ്ടാണ് കണക്കിന്റെ ബേസിൽ പറയുന്നത്. നമുക്ക് അനക്ഡോട്ടൽ എവിഡൻസ് വെച്ച് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇതൊരു ക്രൈസിസ് ആണ്, അത് സോൾവ് ചെയ്യേണ്ട വിഷയമാണ്. അതിന് രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായ അനാലിസിസിൽ മുൻകൈ എടുക്കണം. അല്ലാതെ അത് വെച്ച് രാഷ്ട്രീയമായി ഉപയോഗിച്ച് RSSകാരെ കരിവാരി തേച്ചിട്ട് അർത്ഥമില്ല. അത് രാഷ്ട്രീയമായി രാഹുൽ, ഞാൻ ചോദിക്കുന്ന ചോദ്യം നോക്കൂ. അനന്തു കെ അജി ആത്മഹത്യ ചെയ്തിട്ട് എത്ര ദിവസമായി? അയാൾ ഒരാളെ പറ്റി പേര് പറഞ്ഞു, അയാൾ കാരണമാണ് ഞാൻ ആത്മഹത്യ എന്ന് പറഞ്ഞു. പോലീസ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. നീതി കിട്ടുന്നില്ല അവിടെ. ഇവിടെ തിരുമലാനിൽ എന്താ പറഞ്ഞത്? ഞാൻ എന്റെ ഉത്തരവാദിത്തമുള്ള സഹകരണ സംഘത്തിൽ നിന്ന് നമ്മുടെ ആൾക്കാർ അടക്കം വായ്പ കൊണ്ടുപോയിട്ട് തിരിച്ചടച്ചിട്ടില്ല, എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ആത്മഹത്യ ചെയ്യുന്നു. അപ്പൊ ഇവിടെ രാഹുൽ പറയുകയാണ് അതൊക്കെ ആത്മീയത കുറവുണ്ടാകും. ഒരു പക്ഷേ അതൊരു കാരണമായേക്കാം. പക്ഷേ ഇവിടെ നീതി എന്നൊരു സങ്കല്പമില്ലേ?
അയ്യോ, നീതി വേണ്ടെന്ന് ആരും പറയുന്നില്ല. തീർച്ചയായിട്ടും തിരുമലന്റെ കാര്യത്തിൽ സാമ്പത്തികമായ പ്രശ്നവും അദ്ദേഹത്തിന്റെ കൂടെ നിന്നവർ ചതിച്ചു എന്ന വികാരവുമാണ്. മറ്റൊരാൾക്ക് ഏറ്റത് പീഡനമാണ്. ആ പീഡനം 100% സത്യമായിരിക്കും. അതിനെ സാമാന്യവൽക്കരിക്കണ്ട, ജനറലൈസ് ചെയ്യണ്ട. അല്ല, ആരും ജനറലൈസ് ചെയ്തത്? ഞാൻ ജനറലൈസ് ചെയ്തല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ തുടർച്ചയായി സംഭവങ്ങൾ ഉണ്ടാവുന്നു. ഇതൊരു പാറ്റേൺ ഉണ്ട്. നോക്കൂ, ഇതൊരു CPM എന്നൊരു പാർട്ടിയിലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ ഇവിടെ എന്തായിരിക്കും ബഹളം? കോൺഗ്രസിൽ സംഭവിച്ച എന്തായിരിക്കും ബഹളം? അപ്പൊ ഇവിടെ എല്ലാവരും മൗനമാണ്, സൈലൻസ് ആണ്. രാഹുൽ ഈശ്വറിന് പോലും മൗനമാണ്. അത് എല്ലാ പാർട്ടികളിലും ഇതില്ലേ? അതുകൊണ്ടാണ് അതൊരു സമുദായത്തിന്റെ പ്രശ്നമാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ എല്ലാ പാർട്ടികളിലും ഇല്ല. ഈ വർഷത്തെ കണക്ക് നോക്കൂ രാഹുൽ ഈശ്വർ. ഈ കഴിഞ്ഞ 2 മാസം കൊണ്ട് സംഭവിച്ച മൂന്ന് കാര്യങ്ങളാണ് ഈ പറയുന്നത്. അല്ല, ഇല്ലെന്ന് ആരും പറയുന്നില്ല. അതുകൊണ്ട് അതിനെ സാമാന്യവൽക്കരിക്കേണ്ട. അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞ പോലെ അവർ അഡ്രസ് ചെയ്യട്ടെ. പക്ഷെ പാർട്ടിപരമല്ല, അതിലും ആഴമേറി സാമുദായികപരമായി എങ്ങനെ ഒരു വിഷയമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിന്റെ ഔദ്യോഗിക കണക്കുകൾ കൂടിയാണ് ഞാൻ പ്രസന്റ് ചെയ്തത്. ഞാൻ പറയുന്നത് കൈന്നിട്ടല്ല, ഒഫീഷ്യൽ എവിഡൻസ്, ഡോക്യുമെന്ററി ഡേറ്റ, എംപിരിക്കൽ എവിഡൻസ് ആണ് ഞാൻ പ്രസന്റ് ചെയ്തത്. അത് മറക്കരുത്. ആ എവിഡൻസ് പരിഗണിക്കേണ്ടത് BJP RSS ആണ്. കാരണം കേരളത്തിൽ ആ കമ്മ്യൂണിറ്റിയുടെ 40% വോട്ട് നേടുന്ന ഒരു പാർട്ടിയാണ് BJP കേരളത്തിൽ. എന്നിട്ട് എന്താ ഉണ്ടാവുന്നത്?